അസ്സലാമലൈക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഇതാണ് പിന്നെ മലയാണ് ജബലുന്നൂർ എന്ന പേര് പറയുന്നത്. ഇതിൻ്റെ മുകളിലാണ് എന്തുള്ളത്, ഹിറാ ഗുഹയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പോയിരുന്നതും അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയ മലയില്ലേ, അതാണ് ഈ ജബലുന്നൂർ. പിന്നെ ഖുർആനിൽ ആദ്യമായിട്ട് വചനം ഇറങ്ങിയത് ഇതിൻ്റെ മുകളിലാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ 2 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ രൂപത്തിൽ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഇവിടെ നിന്നാണ്, മനസ്സിലായോ? 2 എവിടെ നിന്നാണ് കണ്ടത്? സ്വർഗത്തിൻ്റെ അടുത്ത് ഒരു മരമുണ്ട്, സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞിട്ട്. വലഖദർ ആവു നസലത്തുൻ ഉഖ്റ എന്ന് പറഞ്ഞില്ലേ, ഇൻദ സിദ്റത്തുൽ മുൻതഹ. ഇത് ഒന്നാമത് കണ്ടത് ഇവിടെ നിന്നാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ശരിയായ രൂപത്തിൽ ഇറങ്ങി ഖുർആൻ ഇറങ്ങിയ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിരുന്ന പിന്നെ മലയാണ് ഈ കാണുന്നത്, ജബലുന്നൂർ. കയറണമെങ്കിൽ കയറാം, ഇതിൻ്റെ മേലാണ് ഹിറാ ഗുഹ ഉള്ളത്. ആൾക്കാരൊക്കെ കയറുന്നുണ്ട്, സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. കയറണ. السلام عليكم. هذا جبل النور وهذا هو المكان الذي أقام فيه النبي صلى الله عليه وسلم وهنا نزل ملك جبريل عليه الصلاة والسلام وهنا نزلت حول آيات القرآن اقرأ باسم ربك الذي خلق. ما شاء الله. പിന്നെ ജബലുന്നൂറാണ് ഈ കാണുന്നത്. പിന്നെ ഇൻഷാ അല്ലാഹ് കയറാൻ പോവുകയാണ്. അപ്പോൾ പുതുതായി നിർമ്മിക്കപ്പെട്ട വഴിയാണ്. ഇൻഷാ അല്ലാഹ് അതിലൂടെ നടന്ന് നീങ്ങിയിട്ട് വേണം ജബലുന്നൂറിൻ്റെ മുകളിലെത്താൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി വിവരങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. ഫുള്ള് സെറ്റപ്പാട്ടാ, പടിയൊക്കെ വെച്ച് സൗദി നല്ല ഉഷാറായിട്ട് പണിതിട്ടുണ്ട്. ജബലുന്നൂറിൻ്റെ മുകളിലേക്ക് ഉഷാറായിട്ട് കയറി പോകാം. പടിയാണ്, സ്റ്റെപ്പാണ്. പണ്ടത്തെ പോലെ ഖദീജ ബീവി കയറിയ പോലത്തെ കുന്നൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ അനുഭവിച്ച ത്യാഗം അത്ര. മാഷാ അല്ലാഹ്. ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് സഞ്ചരിക്കാൻ. മാഷാ അല്ലാഹ്. അപ്പോൾ ജബലുന്നൂറിൻ്റെ മുകളിൽ എത്തിയേക്കാണ്. സൗദി മൊത്തം കാണാം. ആ ക്ലോക്ക് ടവർ കാണണം. കാബ കാണാൻ പറ്റൂല. നല്ല തിരക്കാ. ഇത് ജബലുന്നൂറിൻ്റെ മുകളിൽ നിന്ന് ഓപ്പോസിറ്റ് വഴിക്ക് ഹിറാ ഗുഹയ്ക്ക് ഇറങ്ങാണ്. പിന്നെ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാ, നല്ല തിരക്കാ. ആളുകൾ കയറിപ്പോണ ഈ ഗുഹയാണ് ഹിറാ ഗുഹ. അപ്പോൾ ഹിറാ ഗുഹൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പിന്നെ ഒരു പ്രയാസമുണ്ട്, ഭയങ്കര തിരക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ആളാണ്, രക്ഷയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പോയിക്കോ, തിരി ആൾക്കാർ കയറിട്ടാ. പിന്നെ നമ്മൾ കയറാണ്. തിരക്ക് കുറഞ്ഞിട്ടുണ്ട് കുറച്ച്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് ഹിറാ ഗുഹയിലേക്കാണ് നമ്മൾ കയറുന്നത് കേട്ടോ. നടക്കാൻ പറയാറുണ്ട്. قدام يلا بسم الله بسم الله الرحمن الرحيم الله أكبر رسول الله صلى الله عليه وسلم. ഇടുങ്ങിയ വഴിയാട്ടോ. നമ്മൾ നേരെ നിൽക്കാൻ പറ്റൂല, ചെരിഞ്ഞു പോണം. അതാ ഒരാളെ നിസ്കരിക്കുന്നുണ്ട്. കയറിയോ? അപ്പോൾ സംഭവം സിമ്പിൾ ആണ്, ഇതുള്ളൂ. കഴിഞ്ഞല്ലേ? അല്ലാഹു ഇപ്പൊ ഈ തീർന്നോർത്താന്ന് അറിയില്ല.
നമ്മളിങ്ങനെയാണ് ഇങ്ങനെയാണ് വലുത് കഴിയില്ലേ ഇതിലെ പോവോ വലത്തു കൂടെ പോയിക്കോ. ഞാൻ പോവില്ലല്ലോ. വേണ്ട, ഞാനില്ല പോയിക്കൊണ്ട്. അല്ലാഹ് നേരെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. അല്ലാ, ഖദീജ ബീവി 2 പ്രാവശ്യം കയറി വന്നിട്ടുണ്ട് ജബൽ നൂർ മൂക്ക്. ഓരോ ദിവസവും വരുന്ന സ്ഥലം. അല്ലാഹ്